ഞാൻ അടിച്ചു ചവിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് എന്തായാലും പരിക്ക് പറ്റിയിട്ടുണ്ടാവും. പ്രത്യേകിച്ച് പ്രഗ്നന്റ് ആയിട്ടുള്ള ആളാണ്. ഉറപ്പായിട്ടും അങ്ങനെ വീഴുക എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ 9 മാസം അടുപ്പിച്ച് ഗർഭിണിയായിട്ടിരിക്കുമായിരുന്നു. എന്തെങ്കിലും വീഴുക ചെയ്തിരുന്നെങ്കിൽ ഹോസ്പിറ്റലിലാണ് പോകേണ്ടത്. ഒരു വ്ളോഗ് ചെയ്യത്തില്ല. സകലമാന സാധനങ്ങളും ഇവിടുത്തെ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ഇത് പ്ലാൻഡാണ്. അച്ഛനെ തല്ലിയതാണ് ബേസിക് പ്രശ്നം. അങ്ങനെ പ്രണവിൻ്റെ ഏറ്റവും പുതിയ വോയിസ് റെക്കോർഡ് പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഇവർ പ്ലാൻ ചെയ്തിട്ടുള്ള പരിപാടിയായിരുന്നു എന്നാണ് പ്രണവ് പറയുന്നത്. അതായത് ഈ അടിയും കാര്യങ്ങളും എല്ലാം വീട്ടിൽ നടന്ന പ്രശ്നങ്ങളെല്ലാം പ്രവീണിൻ്റെ ഒരു പ്ലാനിങ്ങിൻ്റെ ഫലമായിട്ട് നടന്നതാണെന്നാണ് പ്രണവിൻ്റെ ഈ വോയിസിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ തന്നെ ഈ ഒരു സംഭവം നടന്നപ്പോൾ തന്നെ എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. വേറൊന്നുമല്ല, ഈ അടിക്കണമെങ്കിൽ ഒരു കാരണം വേണമല്ലോ. അതെന്തായിരുന്നു കാരണം എന്നുള്ളത് പ്രവീണും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഏതായാലും 2 പേരുടെ വീഡിയോയും നമ്മുടെ യൂട്യൂബിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. അവർ തന്നെ പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവർ ഒന്നെങ്കിൽ ഇത് പറഞ്ഞ് സോൾവ് ആക്കി, അല്ലെങ്കിൽ ഇത് കേസാവും എന്നുള്ള സെറ്റപ്പ് വന്നപ്പോഴത്തേക്കും എന്തായാലും കുടുംബക്കാരാണല്ലോ, റീച്ചായി. 10-60 ലക്ഷത്തോളം വ്യൂസാണ് ഇവർക്ക് കയറിയിട്ടുള്ളത്. എന്തായാലും പൈസ കിട്ടി, 2 പേർക്കും കിട്ടി. അപ്പോൾ പിന്നെ നൈസായിട്ട് മുക്ക് ചെയ്തായിരിക്കാം. ഇപ്പോൾ പ്രണവിൻ്റെ പുതിയ വോയിസിൽ പറയുന്നത് കറക്റ്റായിട്ട് പ്രണവ് പറയുന്നുണ്ട്. അതായത് ഇവൻ അച്ഛനെ തല്ലി, ആര്, പ്രവീൺ അച്ഛനെ തല്ലി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് കേട്ടു നോക്കാം. ഇവിടുത്തെ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ഇത് പ്ലാൻഡാണ്. അച്ഛനെ തല്ലിയതാണ് ബേസിക് പ്രശ്നം. പ്രവീണിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സംസാരിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്യുമായിരുന്നു. പ്രവീൺ ഇങ്ങനൊരു വീഡിയോ, ഇതെല്ലാം പ്ലാനിങ് ആണെന്നാ, വ്യൂസിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ആണ്. നിങ്ങൾ ഇട്ടതിന് ആ വീഡിയോയിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഒരു വീഡിയോ ചെയ്തതിന്റെ പുറത്താണ് ഇവര് വീഡിയോ ഇപ്പൊ ഇടുന്നത്. കാരണം ശരിയാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടെ, ഈ പ്രശ്നം നടക്കുന്നത് ഇപ്പോഴൊന്നും അല്ല. ഈ പ്രശ്നം നടക്കുന്നത് ഡെലിവറി ആവുന്നതിന് മുമ്പുള്ള പ്രശ്നമാണ്. അതെ, അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാം സംഭവം ഇതിൽ പ്രണവ് കറക്റ്റായിട്ട് പറയുന്നുണ്ട് അച്ഛനെ തല്ലിയിട്ടാണ് എന്നുള്ളത്. പക്ഷെ പ്രണവിൻ്റെ സംസാരത്തിൽ ഇപ്പോഴും ഉണ്ടല്ലോ, പ്രണവിന് ഈ പറയുന്ന പ്രവീണിനോട് ഒരു വൈരാഗ്യം ഉള്ള പോലെ തന്നെ നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷെ ഇവർ തമ്മിൽ ഇതിനു മുമ്പ് എന്തെല്ലോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമായിരിക്കും. പക്ഷേ ഈ പ്രണവ് സംസാരിക്കുന്നതിൽ പ്രവീൺ സംസാരിക്കുന്ന പോലെയല്ല. പ്രവീൺ സംസാരിക്കുന്നത് ഞാനിപ്പോൾ കേൾപ്പിച്ച് തരാം. പക്ഷെ പ്രണവ് സംസാരിക്കുമ്പം ഇപ്പോഴും പ്രണവിൻ്റെ ഉള്ളിൽ ഒരു വൈരാഗ്യം, അതായത് ഇവൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്, അല്ലെങ്കിൽ റീച്ചിന് വേണ്ടി ചെയ്തതാണ്, അച്ഛനെ തല്ലിയത് കൊണ്ടാണ് അച്ഛൻ തിരിച്ച് തല്ലിയത്, അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് പ്രവീണിനെതിരെ ഇങ്ങനെ സംസാരിക്കുന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? എനിക്കിത് കേട്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പക്ഷേ പ്രവീണാണ് നൈസായിട്ട് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ ഒതുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഒന്നുമില്ലെങ്കിലും സ്വന്തം വീട്ടുകാരല്ലേ, അതുകൊണ്ടായിരിക്കാം. പക്ഷെ പ്രണവിന് ഏട്ടനോട് എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്തായാലും എന്തോ വലിയൊരു സംഭവമാണ്. അത് കഴിഞ്ഞ ദിവസത്തെ ആ വീഡിയോയിൽ തന്നെ അവൻ്റെ ആ സംസാരത്തിൽ തന്നെ ഉണ്ടത്. എന്തായാലും നാട്ടുകാരായ ഞാനടക്കമുള്ളവർ മണ്ടന്മാരായി എന്ന് തന്നെ വേണം പറയാം. ഇത്രയും നാൾ നമ്മുടെ മുമ്പിൽ എന്തായിരുന്നു അഭിനയം, ഇപ്പം എന്തുണ്ട്? ഇപ്പം വന്നിട്ട് ഇതാ പ്രവീൺ വന്നിട്ട് പറയുന്നു നമ്മൾ സോഷ്യൽ മീഡിയയിലുള്ളവരാണ് ഇതിനെല്ലാം കാരണം. ഇവരുടെ വീട്ടിൽ എന്തെല്ലോ നടന്നു, അതെല്ലാം വന്ന് ഇവർ തന്നെ വന്ന് ഇവിടെ ഛർദ്ദിച്ചിട്ട് പോയി. എന്നിട്ട് അത് വന്നിട്ട് ഇതിപ്പം അതിനെക്കുറിച്ച് അഭിപ്രായം പറയുമ്പം ഇവൻ വന്നിട്ട് പറയുകയാണ് നമ്മൾ കാരണമാണ്. അപ്പം നമ്മൾ കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും സഹിക്കേണ്ടത് പ്രവീണാണ്. അതേ, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചതും നിങ്ങളാണ്, ഇതിങ്ങനെ കൊണ്ടുപോയതും നിങ്ങളാണ്, ഇനി സഹിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. അപ്പോൾ ആ ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവണമായിരുന്നു. അല്ലാണ്ട് വീഡിയോ ഇട്ട് 10-60 ലക്ഷം വ്യൂസ് ആയതിനു ശേഷം റിമൂവ് ചെയ്തിട്ട് ഓടിയിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ നമുക്ക് പ്രവീണിൻ്റെ ആ ഒരു വോയിസും കൂടെ നമുക്ക് കേട്ടു നോക്കാം. ഇതിന്റെ പരാതി എന്തെങ്കിലും കൊടുത്തോ? ഇല്ല, പരാതിയൊന്നുമില്ല. പരാതി കൊടുത്തിട്ട് നിങ്ങൾക്ക് പരാതി ഇല്ല? വൈഫിനും പരാതിയില്ല. അതൊരു ബുദ്ധിമുട്ടാകരുത്. വന്നോണ്ടാണ് ഞാൻ ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ എനിക്കൊരു അലിഗേഷൻ എന്തെങ്കിലും വൈഫിനെ വന്നാൽ അവളൊരു തെറ്റ് ചെയ്യാതെ അവൾക്ക് നേരെ ഒരു അലിഗേഷൻ എന്തായാലും സൊസൈറ്റിയിൽ നിന്നപ്പോൾ എനിക്കിപ്പോ അവളെ കൂടെ നിന്നേ പറ്റും. അതുകൊണ്ടാണ് എനിക്ക് നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ ഇട്ടത്. എനിക്കിപ്പോ ഇതിനിടയ്ക്ക് നിൽക്കുമ്പോ എന്റെ കുടുംബത്തെ നോക്കണം, എനിക്കിപ്പോ എവിടെ നോക്കണം, കുഞ്ഞിനെ നോക്കണം. അപ്പൊ എല്ലാവരുടെ ഇടയിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഞാനായതുകൊണ്ട് എന്റെ മാനസികാവസ്ഥ വളരെ വീക്കാണ്. അപ്പൊ എനിക്കത് ചെയ്താതിരിക്കാൻ പറ്റില്ല. കാരണം അവൾക്കിപ്പം മെന്റൽ സ്റ്റേറ്റ് അവരുടെയും വളരെ മോശമായിരുന്നു. കാരണം ഈ പ്രശ്നം കഴിഞ്ഞിട്ട് ഓക്കെ ആയി, കുഞ്ഞു വന്നപ്പോ എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷെ വീണ്ടും ഈ ഒരു അവരുടെ സൈഡിൽ നിന്ന് ഉണ്ടായപ്പോ തെറ്റ് ഇത്രയും സഫർ ചെയ്തിട്ടും പിന്നെയും സൊസൈറ്റിയുടെ മുമ്പിൽ അവള് തെറ്റുകാരിയായപ്പോ അത് അവർക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പം അവൾ തന്നെയാണ് പറഞ്ഞത് എനിക്ക് സത്യം എല്ലായിടത്തും അറിയണമെന്ന് അവൾ തന്നെയാണ് പറഞ്ഞത്.
അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും പ്രവീണും പ്രണവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത്. പ്രവീൺ ഇപ്പോൾ അതൊരു കൂളായിട്ട് എടുത്തു. ഏതായാലും പ്രശ്നങ്ങളൊക്കെ ഇത്രത്തോളം ആയി. ഇനിയിപ്പോൾ അതിൻ്റെ പുറകെ കേസും ഇതുമായിട്ട് പോകണ്ട എന്നുള്ളതാണ് പ്രവീണിൻ്റെ സ്റ്റാൻഡ്. പക്ഷേ പ്രണവ് മോനെ, ഇത്രയും നാളും എന്തൊക്കെയായിരുന്നു അഭിനയിച്ച് കൂട്ടിയത്. പഞ്ചപാവം പോലെ. ഇത് ഏതായാലും സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇപ്പം മാറിയിട്ടുണ്ട്. പക്ഷേ ഇവരുടെ റിയൽ ലൈഫിലേക്ക് വരുമ്പോഴത്തേക്കും ഇവർ തമ്മിലുള്ള പ്രശ്നം മാറിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഇവർ തന്നെ കൊണ്ടുവന്ന് ഇവരുടെ ഈ ലൈഫ് കുളമാക്കി എന്ന് വേണം പറയാം. എത്ര നന്നായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്നതാണ്. ഇത്രയും നന്നായിട്ട് അഭിനയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കുടുംബം. ആ ഒരു അഭിനയം തന്നെ മുന്നോട്ട് കാഴ്ചവെച്ചാൽ പോരായിരുന്നോ? നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അഭിനയിക്കുക. അതായത് ക്യാമറ ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾ അഭിനയിക്കുക. നല്ല സ്നേഹപരമായിട്ടുള്ള വീഡിയോസ് എല്ലാം ഇട്ട് നിങ്ങൾ കുടുംബം നിങ്ങൾ മാതൃകയാണെന്നുള്ള രീതിയിലൊക്കെ അഭിനയിച്ചങ്ങോട്ട് തകർക്കണമായിരുന്നു. പൈസ ഉണ്ടാക്കാമായിരുന്നല്ലോ. ഇപ്പോൾ 60 ലക്ഷം എല്ലാം വ്യൂസ് എല്ലാം വരുമ്പോൾ നല്ലൊരു എമൗണ്ട് കിട്ടുമല്ലോ അല്ലേ. പിന്നെ വേറൊരു കാര്യം കൂടി, കേരളത്തിൽ എല്ലാ യൂട്യൂബേഴ്സിനും ഇതൊരു ചാകരയായിരുന്നു. മിക്ക യൂട്യൂബേഴ്സും ഈ ഒരു കണ്ടൻറ്റ് കാരണം രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവീണിനോടും പ്രണവിനോടും അതിൻ്റെ നന്ദി എല്ലാവർക്കും ഉണ്ടാവും എന്നുള്ളത് സത്യമാണ്. ഇപ്പം ലേറ്റസ്റ്റായിട്ട് ഈ പ്രവീൺ ഇവൻ്റെ വീഡിയോ എല്ലാം റിമൂവ് ചെയ്ത് പോയല്ല. അപ്പോൾ പ്രവീൺ ഇട്ട ഒരു സ്റ്റോറി ഉണ്ട്, അത് ഒന്ന് നമുക്ക് വായിക്കാം. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നുള്ളത് നമുക്കൊന്ന് വായിക്കാം. ഞാനും എൻ്റെ ഫാമിലിയും ഇപ്പം വളരെ മോശം ആയിട്ടുള്ള അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ നിന്നും യാതൊരു കാരുണ്യവും കിട്ടില്ലെന്ന് മനസ്സിലായി. ശരി. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് കാരുണ്യം അങ്ങോട്ട് വിതറാം നിങ്ങൾക്ക്. ഇത്രയും വർഷം നമ്മുടെ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെയാണ് നിങ്ങൾക്ക് കാരുണ്യപരമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നത്. അത് വെച്ചിട്ടാണ് നിങ്ങൾ ഇത്രയും നാളും ഇങ്ങനെ ഞം അടിച്ചുകൊണ്ടിരുന്നത്. അപ്പം സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്ത് പ്രശ്നങ്ങൾ നടന്നാലും നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. അതൊന്നും നടക്കില്ല കുട്ടാ. അല്ലേ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് നിങ്ങളുടെ പ്രശ്നം പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും സോഷ്യൽ മീഡിയയിൽ നിന്നും നിങ്ങൾക്ക് നീതി കിട്ടാൻ ഇതെന്താണ് വല്ല കോടതി മറ്റാണോ? അല്ലല്ല, നിങ്ങൾക്കിത് റീച്ചിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് പൈസ കിട്ടാനും വേണ്ടിയിട്ട് ഇട്ട ഒരു കണ്ടന്റ് തന്നെയാണിത്. ഓക്കെ, അല്ലാണ്ട് നീതി കിട്ടാൻ വേണ്ടിയിട്ട് ഇതെന്താണ് ആളുകൾ വന്നിട്ട് നിങ്ങൾക്ക് നീതി നടപ്പാക്കി തരുമോ? ഈ വീഡിയോ കണ്ടിട്ട് ഈ കണ്ണൂരിരിക്കുന്ന ഞാൻ വന്നിട്ട് ഈ വീഡിയോ കണ്ടിട്ട് നമ്മുടെ പ്രവീണിന് നീതി വേണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങുമെന്നാണ് നിങ്ങൾ വിചാരിച്ചത്? ചുമ്മാ തള്ളല്ല മോനെ. നിലവിലുള്ള പ്രശ്നത്തെ റീച്ചിന് വേണ്ടി വളച്ചൊടിച്ച് വേറെ രീതിയിൽ സൈബർ ബുള്ളിങ് നടത്തുന്നു. ഞാൻ അൺമാസ്കിങ് എന്നൊരു വീഡിയോ ഇട്ടതും എൻ്റെ വൈഫിനെതിരെ സൈബർ ബുള്ളിങ് നടന്നതുകൊണ്ടാണ്. പക്ഷേ ഇപ്പം ഉള്ള അവസ്ഥ അതിലും ക്രൂഷ്യലാണ്. ഇതിൻ്റെ പേരിൽ എൻ്റെ ഫാമിലിയിൽ ലോസ് സംഭവിച്ചാൽ അതിൻ്റെ നഷ്ടവും എനിക്ക് തന്നെ ആണ്. അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഞാൻ പ്രൈവറ്റ് ആക്കുന്നു. ഓക്കെ, ഇതെന്തായാലും നടക്കും എന്നറിയായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇടുന്ന സമയത്ത് മിസ്റ്റർ പ്രവീൺ ഇതൊന്നും അറിയില്ലേ? അതായത് ആ വീഡിയോ ഇട്ട് നിമിഷ നേരം കൊണ്ട് അങ്ങോട്ട് കത്തിക്കയറിയില്ലേ കേരളം മൊത്തം? എല്ലാവരും കണ്ടില്ലേ? 60 ലക്ഷം തികയുന്നവരെ ഇതിങ്ങനെ നോക്കിയിരുന്നു. അപ്പോഴാണോ ബോധം വന്നത് എൻ്റെ വീട്ടുകാർക്ക് ഇത് പ്രശ്നമാകും എന്നുള്ളത്, സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ വലിച്ചു കയറും എന്നുള്ളത്? അല്ലല്ലോ. നിങ്ങൾ ആ ഒരു പ്രശ്നം നടന്ന സമയത്ത്, പ്രവീണും നിങ്ങളുടെ കുടുംബത്തിലൊരു പ്രശ്നം നടന്ന സമയത്ത് അന്നേരം നിങ്ങൾ വീഡിയോ എടുത്തു. അതിൻ്റെ പുറകിൽ എന്തിനാണ് ആ ഒരു പ്രശ്നം നടന്നതെന്നോ അല്ലെങ്കിൽ ആ ഒരു അടി നടന്നതെന്നോ നിങ്ങൾ ഇതുവരെയും പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഇതെല്ലാം കൂടി സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞപ്പം ആളുകൾ എടുത്തിട്ട് അതിനെ റിയാക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പം, അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി തുടങ്ങിയപ്പം, കുറച്ച് റീച്ചെല്ലാം ആയിക്കഴിഞ്ഞപ്പം, 10-60 ലക്ഷം വ്യൂസ് ആയിക്കഴിഞ്ഞപ്പം ഇപ്പം വന്നിട്ട് പറയുക, അയ്യോ നിങ്ങളെല്ലാവരും കൂടി നമ്മളെ വേദനിപ്പിച്ചു. എന്നിട്ട് നൈസായിട്ട് 2 പേരും വീഡിയോ പ്രൈവറ്റും ആക്കിയിട്ട് മുങ്ങി അല്ലേ? ഇനിയിപ്പോൾ എന്താ നിങ്ങളുടെ പ്ലാന്? കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഹായ് നമ്മൾ വീണ്ടും ഒന്നിച്ചു, നമ്മൾ പഴയ മറ്റേ വൈബ് ടീമാണ് എന്നും പറഞ്ഞിട്ട് വീണ്ടും വീഡിയോ ഇട്ട് വരുമോ? അപ്പോൾ നമ്മളെ ഈ പറയുന്ന സബ്സ്ക്രൈബ് ചെയ്ത ആളുകളെ പറ്റിച്ചുകൊണ്ട് വീണ്ടും നിങ്ങൾ വരും, നാടകം കളിച്ചുകൊണ്ട് വരും. അപ്പോഴും ഇതേപോലെ മണ്ടന്മാരായിട്ടുള്ള ആളുകൾ വന്ന് നിങ്ങളുടെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് വീണ്ടും ഇതേപോലെ റീച്ച് ഉണ്ടാക്കി തന്ന് വീണ്ടും പൈസ ഉണ്ടാക്കി തന്ന് ഇതാക്കും. അത്ര തന്നെ. അതായത് ഇതിനെല്ലാം ഈ പറയുന്ന കാഴ്ചക്കാരെ പറഞ്ഞാൽ മതി. ഇതെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ റീച്ച് കൂട്ടിത്തരുന്ന ആളുകളെ പറഞ്ഞാൽ മതി. ഓക്കെ, എന്ത് കണ്ടന്റ് ഉണ്ടായിട്ടാണ് ഇപ്പോൾ ഈ പറയുന്ന 2 വീഡിയോസ് 60 ലക്ഷം കണ്ടത്? നിങ്ങളുടെ വീട്ടിൽ നടക്കുന്ന ഒരു പ്രശ്നം. കാരണം നിങ്ങൾ അത്രയ്ക്കും ജനങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അഭിനയിച്ച് ഇവരാണ് സൂപ്പർ എന്നുള്ള സെറ്റപ്പിൽ പറഞ്ഞ് കാണിച്ചു കൊടുത്ത് വെച്ച് അങ്ങനെ ഉറപ്പിച്ച് വെച്ച്. അത് തന്നെയാണ് ഇപ്പം നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രശ്നത്തിന് ഏറ്റവും വലിയ കാരണം അല്ലേ?
സാധാരണ പോലെ ഒരു ടീമായിരുന്നെങ്കിൽ, നിങ്ങളുടെ ഈ അഭിനയവും പരിപാടിയും എല്ലാം ഇല്ലാണ്ട് നോർമലായിട്ട് പോകുന്ന ഒരു ടീമായിരുന്നെങ്കിൽ ആരും വന്ന് ഇത്രയും വലിയ ഇതൊന്നും പറയില്ല. ആദ്യത്തെ വീഡിയോസിലെല്ലാം കാണണം, അതിൻ്റെ അടിയിൽ വന്നിട്ട് ആളുകൾ കരയുവാണ്, അയ്യോ എന്ത് പറ്റി എന്ന്. ഇപ്പോഴോ അതേ ആളുകൾ വന്ന് നിങ്ങൾ തെറി പറയുന്നു. അതിനുള്ള കാരണം ഉണ്ടാക്കിയതും നിങ്ങൾ തന്നെയാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഒന്നിച്ചു എന്ന് തന്നെ വിചാരിച്ചോ, സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ എന്ത് കണ്ടന്റ് ഇടും വന്നിട്ട്? നിങ്ങൾ ഒരുമിച്ചുള്ള പഴയ മറ്റേ ആ ഒരു വൈബ് വീഡിയോ അല്ലെങ്കിൽ സ്നേഹപ്രകടനം എല്ലാം ഇനി നടക്കുമോ? ഇല്ലല്ലോ. അപ്പം നിങ്ങൾ ഇമാതിരി സാധനങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലേക്ക് വന്ന് ഇടുന്നതിന് മുമ്പ് ആലോചിക്കണമായിരുന്നു, ഇത് ഇടണോ അതോ വല്ല കുടുംബ കോടതിയിലോ അല്ലെങ്കിൽ വല്ല കേസായിട്ടോ പോലീസ് സ്റ്റേഷനിലോ പോയിട്ട് തീർക്കണമായിരുന്നോ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കണമായിരുന്നു. വെറുതെ ഒരു കുറച്ച് കുടുംബക്കാരെല്ലാം വിളിച്ചിരുത്തി നിങ്ങൾ രണ്ട് സൈഡിലും നിന്നിട്ട് പറഞ്ഞ് തീർത്താൽ പോരായിരുന്നോ? അല്ലാണ്ട് വെറുതെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് സോഷ്യൽ മീഡിയയിലോട്ട് ഇട്ടിട്ട് ഇപ്പം വന്നിട്ട് അയ്യോ സോഷ്യൽ മീഡിയയിൽ എന്നെ എല്ലാവരും ഇതാക്കുന്നതെന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ എന്തായാലും പ്രണവിൻ്റെ പുതിയ വോയിസും പ്രവീണിൻ്റെ പുതിയ വോയിസും പുതിയ പോസ്റ്റും എല്ലാം നിങ്ങൾ കണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് എന്താണ് ഇപ്പം നിങ്ങളുടെ ബെസ്റ്റ് കുടുംബത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? ഇപ്പോഴത്തെ ഇവരുടെ ഒരു സ്റ്റാൻഡിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? അത് നിങ്ങളൊന്ന് കമൻ്റായിട്ട് പോസ്റ്റ് ചെയ്യും.